പാലക്കാട് നെന്മാറയിൽ 17-കാരനെതിരെ പോലീസിന്റെ കാടത്തം. പോലീസ് ജീപ്പെത്തിയ ഉദ്യോഗസ്ഥർ 17-കാരന്റെ തല ജീപ്പിലേക്ക് വലിച്ചിഴച്ചു മർദ്ദിച്ചു. പരിക്കേറ്റ +2 വിദ്യാർത്ഥി നെന്മാറയിൽ ചികിത്സയിലാണ്. പോലീസ് ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് പ്രോഗ്രാം വാങ്ങാൻ വേണ്ടി കടയിൽ പോയത്. പ്രോഗ്രാം വാങ്ങി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് ജീപ്പ് വന്നു. എന്നെ അങ്ങനെ പിടിച്ചു, മുടി പിടിച്ച് ശക്തമായി പിടിച്ച് ഉള്ളിലിട്ടു. മറ്റേ ജീപ്പിൻ്റെ കീഴിൽ നല്ല അടി വെച്ചു. നല്ല മുഖത്തും കുത്തി നല്ല വേദനയുണ്ട്. രാത്രി എടുത്ത് കുത്താനൊക്കെയാണ് കൊടുത്തിട്ട് ഓടിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് വിശദാംശങ്ങളുമായി ചെയ്തു. നിഖിൽ, പോലീസ് ജീപ്പ് വരുന്നു, വഴിയിൽ കാണുന്ന ഈ 17-കാരനെ വിളിക്കുന്നു, തല്ലുന്നു, വിടുന്നു, പോലീസ് ജീപ്പ് പോകുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന് കാരണം? ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? വിവരങ്ങൾ. തീർച്ചയായിട്ടും സുഹൈൽ, ഈ കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുട്ടിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഈ കുട്ടി ഇപ്പോൾ നെന്മാറയിലെ CHCയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് രാവിലെ സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി കടയിൽ പോയപ്പോൾ ഈ പോലീസ് ജീപ്പ് വന്നു നിൽക്കുകയും ഈ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം മുടി പിടിച്ച് ജീപ്പിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയ ശേഷം മർദ്ദിച്ചു എന്നാണ് ഈ കുട്ടിയുടെയും ബന്ധുക്കളുടെയും പരാതി. ഇത് തന്നെയാണ് അവർ ഇപ്പോൾ പോലീസിൽ നൽകാൻ പോകുന്ന പരാതിയിലും പറയുന്നത്. എന്നാൽ പോലീസ് പൂർണ്ണമായി ഈ മർദ്ദിച്ചു എന്നുള്ള കാര്യം പോലീസ് പൂർണ്ണമായി തള്ളുകയാണ്. മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. നമ്മൾ CAയും SIയെയും ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷെ മറ്റു ചില ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മർദ്ദനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഈ തരത്തിൽ പൊതുമധ്യത്തിൽ, അതായത് ഇത് ടൗണിൽ വെച്ചാണ് നടക്കുന്നത്, ഇപ്പൊ നെന്മാറ നഗരത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അവിടുത്തെ ഒരു കടയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ എന്ത് കാരണത്തിനാണെങ്കിലും ഇങ്ങനെ ഈ വാഹനത്തിനകത്തേക്ക് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ലെന്ന വിശദീകരണം അതേപടി തുടരുകയാണോ പോലീസ്? ഈ ദൃശ്യങ്ങളുടെ കാര്യം സൂചിപ്പിച്ചില്ലേ? തീർച്ചയായും സുഹൈൽ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കടയിലെത്തി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ CCTV ദൃശ്യങ്ങൾ ഇനി മറ്റാർക്കും നൽകരുത് എന്നുള്ള നിർദ്ദേശം കടയുടമയ്ക്ക് നൽകി എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, 2 ഉദ്യോഗസ്ഥരെയും, സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരെയും വിളിച്ചപ്പോൾ അവർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അവരെ ചില അനുരഞ്ജന ചർച്ചകൾക്കൊക്കെ ചില ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇത് അനുരഞ്ജനത്തിലില്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അവർ അറിയിക്കുന്നത്. ഞാൻ ഈ കുട്ടിയോട് അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും തന്നെ എന്റെ പേരിൽ നിലവിലില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും പോലീസ് ഇടപെടേണ്ടുന്ന ഒരു കാര്യങ്ങളും തന്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ് ആ കുട്ടി പറയുന്ന കാര്യം. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, ദൃശ്യങ്ങൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. സുഹൈൽ, പോലീസിന്റെ കാടത്തം തന്നെയാണ് ദൃശ്യങ്ങളിൽ വ്യക്തം. ഇത് കോംപ്രമൈസ് ആക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിലെ പോക്രിത്തരത്തിനല്ല, പൊളൈറ്റ് ആണെന്നുകൂടി അവർ ഓർത്തുവെച്ചിരിക്കുന്നത് നല്ലതിനാണ്.